അമേരിക്ക കത്തുകയാണ്. കാലിഫോർണിയ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം നാശനഷ്ടം വരുത്തിവെച്ച കാട്ടുതീ ഒരുപാടധികം കെട്ടിടങ്ങളെയും വിഴുങ്ങിക്കൊണ്ട് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത വിധം ഇന്നും പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. 1.5 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 1,66,000 വരുന്ന ആളുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്യപ്പെടാമെന്ന അവസ്ഥയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാടധികം കാറുകളും വീടുകളും ഒക്കെ ഇതിനോടകം തന്നെ പൂർണ്ണമായി പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ് ലോസ് ആഞ്ചലസ്. അതുപോലെ തന്നെ വേൾഡിലെ എൻ്റർടൈൻമെൻറ്റ് ക്യാപിറ്റൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്, ഒരു നഗരം കൂടിയാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത്. ഹോളിവുഡുമായി ബന്ധപ്പെട്ട വളരെയേറെ സുപ്രധാനമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ലോസ് ആഞ്ചലസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാടധികം ഫേമസ് ആയിട്ടുള്ള പല സെലിബ്രിറ്റീസിനും ഒരുപാട് പ്രോപ്പർട്ടികളൊക്കെ തന്നെയുമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ലോസ് ആഞ്ചലസ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തീവ്രത കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഈ വിഷ്വൽസ് ഒക്കെ തന്നെയും കാണുമ്പോൾ കാര്യങ്ങൾ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ കേവലം ഒരു ചെറിയ ഭാഗത്ത് നിന്ന് ആരംഭിച്ച ഒരു കാട്ടുതീ അതങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഈ ഒരു കാലിഫോർണിയയിൽ ലോസ് ആഞ്ചലസിൻ്റെ പ്രദേശങ്ങളിലെ വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള തീകളാണ് അല്ലെങ്കിൽ കാട്ടുതീകളാണ് ആളിപ്പടർന്നുകൊണ്ട് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ തന്നെയും മില്യൺ കണക്കിന് ഡോളർ വില വരുന്ന വീടുകളൊക്കെ തന്നെയും കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ അവരുടെ പേരുകളൊക്കെ നോക്കുമ്പോൾ പാരിസ് ഹിൽട്ടൻ്റെ ഏറെക്കുറെ 8.7 മില്യൺ US$ വില വരുന്ന വീടാണ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ സ്പെൻസർ പേറ്റിൻ്റെയും അതേപോലെ തന്നെ ഹെയ്ഡി മോണ്ടാഗിൻ്റെയും വീട് 2.5 മില്യൺ US$ വില വരുന്ന വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചു പോയിരിക്കുകയാണ്. ആഡം ബ്രോഡിയുടെ 6.5 മില്യൺ വില വരുന്ന വീട് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയും മറ്റുമൊക്കെ വീടുകളൊക്കെ ഇതിനോടൊപ്പം തന്നെ പൂർണ്ണമായിട്ടും ഈ തീ വിഴുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ട് ഇതിനെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു തീ അണക്കാനായിട്ട് അവിടുത്തെ ഫയർ ഫൈറ്റേഴ്സിന് കഴിയുന്നില്ല? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ നിയന്ത്രിക്കാൻ പോലും ആകാത്ത വിധം വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു തീ ആളിപ്പടർന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ശക്തമായിട്ടുള്ള കാറ്റ് കൂടെ അവിടെ ഉണ്ട് എന്നൊരു കാര്യം കൂടെ വരുമ്പോൾ പെട്ടെന്നൊന്നും അതിനെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുന്നുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ബജറ്റിൽ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിലും വലിയ തോതിൽ തന്നെ കുറവുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഫയർ ഫൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വോസ് സിനാരിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിനെ പിടിച്ചു കെട്ടാൻ ഈ ഫണ്ട് കൊണ്ട് കഴിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യം. എന്തൊക്കെ തന്നെയായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് അമേരിക്ക ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തീ അണക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള മാർഗ്ഗങ്ങളൊക്കെ തന്നെയും അവർ സ്വീകരിക്കുന്നുണ്ട്. വലിയ തോതിൽ തന്നെ അതിനു വേണ്ടി നിരന്തരമായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം റിട്ടയർ ആയിട്ടുള്ള ഫയർ ഫൈറ്റേഴ്സിനെ പോലും തങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സന്നദ്ധ സേവനത്തിന് തയ്യാറായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും തീ അണക്കാൻ വേണ്ടിയിട്ട് ഫയർ ഫൈറ്റേഴ്സ് അവരുടെ കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ശക്തമായ രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് തീ അണക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തീ ഇനിയും ആളിപ്പടരാനുള്ള സാധ്യതകൾ കൂടെ അവർ മുന്നിൽ കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കുറെ 1,66,000 വരുന്ന ആളുകൾ ഒരു സ്റ്റാൻഡ് ബൈ കണ്ടീഷനിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് മാറി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.